പ്രഭാഷകരും പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു വേദിയാണ്. ആ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് വളരെ ഊർജ്ജസ്വലമായി ഈ ഒരു പ്രഭാഷണം നടത്താൻ ധീരത കാണിച്ച വേദിക്ക് ആദ്യം തന്നെ ഒരു അഭിനന്ദനങ്ങൾ പറയട്ടെ. നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ കുറെ ചോദ്യങ്ങൾ നമ്മളിലേക്ക് തന്നെ ചോദിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രഭാഷണം നടത്തിയത്. ഒട്ടും ആർജവത്തോടുകൂടി ഈ ജ്ഞാനം മുഴുവൻ സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുപരമ്പരയുടെ മഹാത്മ്യമായിരിക്കാം. ആ ഗുരുപരമ്പരകൾക്ക് മുന്നിൽ എല്ലാവരെയും നമസ്കരിക്കുന്നു. എന്തായാലും ഈ ഒരു നമ്മുടെ പ്രദേശത്ത്, അതായത് ചേരമ്പലത്ത് തന്നെയാണ് താമസം. നിവേദ്യ കുമാരിയാണെങ്കിലും അടുത്തൊരു അഡ്വക്കേറ്റ് എന്നുള്ള പദവി കൂടി അവർക്ക് വരും. ഗവൺമെന്റ് ലോ കോളേജിൽ 3ാം വർഷ 4ാം വർഷ LLB സ്റ്റുഡൻ്റാണ്. വളരെയധികം അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും കൊല്ലങ്കോട് ക്ഷേത്രത്തിന്റെ ഈ കാണുന്നില്ല, വളരെ പ്രസന്നവലിയേറ്റാണ്. അങ്ങോട്ടേക്ക് ഈ ഒരു പ്രഭാഷണം തുടങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ആശങ്കയായിരുന്നു. 4 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാം. നമ്മൾ വർഷങ്ങളായിട്ട് ഭഗവത്ഗീത കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. പക്ഷെ ഒരു 10 മിനിറ്റ് ഇവിടെ വന്ന് മുന്നിൽ നിന്ന് പറയാൻ നമുക്ക് വേണ്ടത്ര അറിവില്ല എന്നല്ല പറയുന്നത്. അത് പെട്ടെന്ന് സ്വായത്തമാക്കി അദ്ദേഹത്തിന് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് ഇത് നമ്മൾക്കൊരു മാതൃകയാണ്. ജീവിതം എങ്ങനെ നയിക്കണം, മറ്റുള്ളവരെ സമൂഹത്തിൽ എങ്ങനെ നന്നാക്കണം, അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള മാതൃക കൂടിയാണ് ഇവിടെ നിന്ന് നിവേദ്യം നമുക്ക് കാണിച്ചു തന്നത്. നിവേദ്യയ്ക്ക് കൊല്ലങ്കോട് അയ്യപ്പ ക്ഷേത്ര ഭരണസമിതിയുടെയും ഈ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കൃതജ്ഞത നൽകാൻ പോരാ, നമ്മൾ സമർപ്പണ ഭാവത്തോട്